മാധു, ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ CPM PB അംഗം വിജയരാഘവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാധു തന്നെ ശരിയാവണ്ണം സൂചിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഘോഷയാത്ര നോക്കൂ, അതിൻ്റെ മുന്നിലും പിന്നിലും നിങ്ങൾ ആരെയാണ് കാണുന്നത്? 2019 അന്ന് BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന അമിത്ഷാ പറയുന്നത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘോഷയാത്രകൾ കാണുമ്പോൾ ഇത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാകുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ്. അന്ന് അമിത്ഷായെ ബുദ്ധിമുട്ടിച്ചതും ഇപ്പോൾ വിജയരാഘവൻ ഇഷ്ടപ്പെടാത്തതും ആ ഘോഷയാത്രയ്ക്കകത്ത് കാണുന്ന അതിൻ്റെ മുൻനിരയിലും പിൻനിരയിലും കാണുന്ന ഒരു പ്രത്യേക ഐഡന്റിറ്റിയിൽപ്പെട്ട മനുഷ്യരാണ്. 6,22,000 വോട്ടുകൾ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നേടി. എൻ്റെ ചോദ്യം, വയനാട്ടിലെ ഈ 6,22,000 പേർ അവരാകെയും തീവ്രവാദികളാണ്, അവരുടെ പിന്തുണയോടെയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ പോയത് എന്ന് ആത്മാർത്ഥമായും CPM വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഇവിടുത്തെ CPMന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരുടെ മുതിർന്ന നേതാവിനോടക്കം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മളിതിനെ രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ മാധു, നമുക്ക് ഓർമ്മയുണ്ട്, 1 വർഷം മുൻപ് വരെ ഈ കേരളത്തിൽ CPM കളിച്ചൊരു കാർഡുണ്ട്. ഈ അമ്പലപ്പറമ്പിലെ മുച്ചീട്ട് കളിക്കാരനെ പോലെ, സാമർഥ്യമുള്ളൊരു മുച്ചീട്ട് കളിക്കാരനെ പോലെ കാർഡ് മാറ്റി മാറ്റി കളിക്കും CPM. അന്ന് കളിച്ച കാർഡ് യൂണിഫോം, സിവിൽ കോഡ്, ഫലസ്തീൻ പോലെ മുസ്ലിം സമുദായത്തിനൊരു വൈകാരികമായ ബന്ധമുണ്ട് എന്ന് തോന്നിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത്തരം വിഷയങ്ങളുടെ പേരിൽ മലബാറിൽ മാത്രം സെമിനാർ നടത്തി അതിനൊരു മുസ്ലിം വൈകാരികമായ പ്രതലം സൃഷ്ടിക്കാൻ CPM ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശ്രമിച്ചു. അത് വേണ്ട പോലെ ലാഭകരമല്ല എന്ന് കണ്ടപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ കാർഡ് മാറ്റി കളിക്കാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും കരുതാൻ കഴിയില്ല. ഇപ്പോൾ വിജയരാഘവന്റെ പ്രസ്താവനയാണ് ഈ ആഴ്ചയെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് ഒരു വ്യായാമ കൂട്ടായ്മ, ഒരു നിലക്കും ഒരു ആയുധ പരിശീലനം എന്നൊന്നും പറയാൻ കഴിയാത്ത പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു വ്യായാമ കൂട്ടായ്മ മുൻനിർത്തിക്കൊണ്ട് ആ വ്യായാമ കൂട്ടായ്മയ്ക്ക് മുസ്ലിം തീവ്രവാദ ബന്ധം ആരോപിക്കാൻ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി ഘടകം എന്ന് പറയാൻ കഴിയുന്ന കോഴിക്കോട്ടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ശ്രമിച്ച് നമ്മൾ കണ്ടു. മലപ്പുറത്ത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഇവർ കാർഡ് മാറ്റി കളിക്കുകയാണ്. അങ്ങനെ കാർഡ് മാറ്റി കളിക്കുമ്പോഴുള്ള പ്രശ്നം, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ ഒരു കാലുണ്ട്. പ്രേം നസീറിന് ചിലപ്പോൾ ഡബിൾ റോൾ ആയിരിക്കും. അന്ന് ഈ മേക്കപ്പ് ഒന്നും ഇത്ര ഡെവലപ്പ് അല്ലായതുകൊണ്ട് നമ്മൾ ട്രോള് കണ്ടിട്ടുണ്ട് മാധു. ഈ ഡബിൾ റോളിൽ ഒരു നായകന്റെ കവളത്ത് വലിയൊരു മറുക്, അത് തിരിച്ചറിയാനാ. ഇപ്പൊ CPMന്റെയും BJPയുടെയും നേതാക്കന്മാരുടെ മുഖഭാവത്തിൽ, അവരുടെ രാഷ്ട്രീയ ഭാവയിൽ ആ സിനിമയിൽ കാണുന്ന ഒരു മറുകിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ അത് ഒരുപോലെയായി മാറുന്നത് നമ്മൾ കാണുന്നു. അടിസ്ഥാനപരമായ വിജയരാഘവൻ തന്നെ ഉന്നയിക്കുന്നത് കുറെ കാലം മുൻപാണ്. അതിനു മുൻപും കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ പ്രീണനം എന്ന കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണ്. ഇതൊക്കെ മുൻപ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്. അതിന്റെ പ്രശ്നം എന്താണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ വർഗീയ ശക്തികളെ ഏകോപിപ്പിക്കാൻ ലീഗ് കൂട്ടുനിൽക്കുന്നു. SDP അടക്കമുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ വയനാട് മാത്രമല്ലല്ലോ, പാലക്കാട് കഴിഞ്ഞപ്പോൾ SDP നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിജയാഹ്ലാദം നടത്തി. അത് വലിയ തോതിൽ വിമർശനം CPMന് ഉന്നയിക്കാൻ വഴിയുണ്ടാക്കി. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് അല്പം വാവിട്ട വാക്കു തന്നെയാണ് എന്ന് വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം കൂടി SDP വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് ക്ലിയർ ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരണം, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് മാധു ഇടപെട്ടത്. ഇപ്പോൾ ഇവിടെ ലീഗിന്, UDFന് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് SDPI വെൽഫെയർ പാർട്ടി എന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പം ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ പരിശോധിച്ച് പോകണ്ടേ മാധു? ഇപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹി എന്നൊരു വാക്കിപ്പോൾ ഇവിടുത്തെ CPM നേതാവ് ഉന്നയിച്ചല്ലോ. വെൽഫെയർ പാർട്ടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മാധു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചരിത്രം കേൾക്കണം. അവര് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വിചിത്രമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു സംഘടന. അവർ വോട്ട് ചെയ്യില്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. മാധു, വലിയൊരു ഘട്ടം വരെ ഇവരുടെ പ്രവർത്തകരെ സർക്കാർ ജോലി സ്വീകരിക്കുന്നതിൽ നിന്ന് പോലും ആ സംഘടന വിലക്കിയിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 1975 അടിയന്തരാവസ്ഥയിൽ ഇവർ നിരോധിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ നീക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് ഈ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിനകത്ത് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി പങ്കെടുക്കുന്നത്, അവരാദ്യമായി വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്തപ്പോൾ അവരെ നിരോധിച്ച കോൺഗ്രസിനെതിരെ അവർ വോട്ട് ചെയ്തു. കേരളത്തിൽ അവരുടെ വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് CPMനാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു സവിശേഷത, ഇവിടെ കോലീബി സഖ്യം എന്നൊക്കെ പറഞ്ഞല്ലോ, RSS നിയന്ത്രിക്കുന്ന ജനതാ പാർട്ടി, RSS നേതാക്കന്മാർ T ശിവദാസ മേനോൻ അടക്കം വോട്ട് ചോദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗം
ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മറുഭാഗത്ത് RSSന്റെയും വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വാങ്ങിയ റെക്കോർഡ് ഇവിടെ ഇരിക്കുന്ന CPM-നാണ്. ഞങ്ങൾക്ക് ചേരില്ല. പിന്നീട് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ ഹുക്കൂമത്തെ ഇലാഹി പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയവരായി ഇവര്. അന്നും ജമാഅത്തെ ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹി പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. SDPയിലേക്ക് വരാം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം മാധു. 2018 ജൂലൈ മാസം 19-ാം തീയതി ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രത്യേകത അഭിമന്യു കൊലക്കേസിന്റെ പശ്ചാത്തലത്തിലാണ് ആ സെക്രട്ടേറിയറ്റ് ചേർന്നത്. അന്ന് CPM കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തൊരു നിർദ്ദേശം SDPI പിന്തുണയോടെ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാണ്. ഈ പിന്തുണ സ്വീകരിച്ചത് കൊണ്ടാണല്ലോ, അത് സ്വീകരിച്ച് പ്രസിഡന്റ് ആയതുകൊണ്ടാണല്ലോ ഇവർക്ക് നിരാകരിക്കാൻ വേണ്ടി വന്നത്. പിന്നീട് ഇങ്ങോട്ട് ആ വാക്ക് ഉയർത്തിപ്പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മാധു ഒരു കാര്യം വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ വിജയരാഘവൻ തന്നെ യോഗി ആദിത്യനാഥിനോട് പാണക്കാട്ട് തങ്ങൾ ഉപമിച്ചിട്ടുണ്ട്. അതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മറ്റൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഈ നാടിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾക്കെതിരെ വിശേഷിച്ച് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന നിലക്ക് ന്യൂനപക്ഷ വർഗീയതക്കെതിരെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു നിലപാട്, അതിന്റെ പേരിൽ മുസ്ലിം ലീഗിന് വലിയ സ്വീകാര്യത. ഞങ്ങൾ ഇതിനോടൊന്നും വിട്ടുവീഴ്ച ചെയ്തവരല്ല. പിന്നെ തെരഞ്ഞെടുപ്പിനകത്ത് പാലക്കാട് നടന്ന പ്രകടനത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ മാധു, ഒരൊറ്റ നിമിഷം. ശ്രീ ഷിബുമിര, ഇത് നോക്കൂ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യത്തിന് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ മറുപടി വരേണ്ടത് ഇതാണ്. അത് ശ്രീ P. ജയരാജൻ ഉൾപ്പെടെ ഈ ചർച്ചയിലടക്കം ഉന്നയിച്ച ഒരൊറ്റ കാര്യമാണ്. ലീഗ് ഈ പറയുന്ന മുഴുവൻ വർഗീയ ഘടകങ്ങളെയും അതിന്റെ ഒരു ഏകോപന ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ടോ? SDPI അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വെൽഫെയർ പാർട്ടി അടക്കമുള്ള സംഘടനകളെ ഒക്കെ നിങ്ങൾ കൂട്ടുചേർന്ന് നിർത്തി UDF-ന് അനുകൂലമായ തട്ടകമൊരുക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ന്യൂനപക്ഷ വർഗീയത എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം വൈകാരികമായ രാഷ്ട്രീയത്തിനെതിരെ തുടക്കം മുതൽ ഒടുക്കം മുതൽ വരെ പൊരുതിന്ന പ്രോജ്വലമായ ചരിത്രം ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. CPM പോലും ഒരു ഘട്ടത്തിൽ അത് അംഗീകരിച്ചതാണ്. ഇപ്പൊ CPM മാറ്റി പറയുന്നത് യഥാർത്ഥത്തിൽ CPM-ന് ഈ BJP-യിൽ നിന്ന് കടം കൊണ്ട കാവി കാർഡ് കേരള രാഷ്ട്രീയത്തിൽ കളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്.